നല്ല സപ്പോർട്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒരുപാട് പറഞ്ഞേ ഉള്ളൂ, അവർ നന്നായി. സൈലോ എടാ മതിയടാ സൈലോനെ നീ എനിക്ക് വേണം. സൈലോ ഈ ഗെയിമിൽ ഭയങ്കര റിച്ച് ആണെന്ന് കേട്ടോ, കിങ് റാങ്ക് ആണ് മുത്തേ. ഞാൻ എന്തിട്ട് പറയട്ടെ അവനെ, എനിക്ക് കാർ ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ്. എടാ മതിയായിരുന്നു, കൊള്ള. താങ്ക്സ് എടാ, എനിക്ക് താങ്ക്സ് ഞാൻ കോപ്പി ചെയ്ത് വയ്ക്കാം കേട്ടോ. താങ്ക്സ് കോപ്പി ചെയ്ത് വയ്ക്കാം, ടൈപ്പ് ചെയ്യണ്ടല്ലോ എളുപ്പം. താങ്ക്സ് എടാ. സത്യം പറയല്ല മുത്തേ. എടാ ഇതാര്? എടാ സെറോ മച്ചാനെ, എന്ത് മച്ചാനെ നടക്കണം ഇവിടെ മച്ചാനെ. ക്യാ ബാത്തേ മച്ചാനെ, താങ്ക്സ് മച്ചാനെ. ശരിക്കും ഒന്നും പറയല്ലേ, അത് ഞാനൊന്നും പറയല്ലേ. താങ്ക്സ്ടാ മച്ചാനെ, ഇത്രയും പറയണം. എടാ നിങ്ങളാണ് എനിക്ക് ഇത്രയും ഇത് തരണം. എടാ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തരണോണ്ടാണ് ഇപ്പോൾ ഈ ഗെയിം കളിക്കണം, മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ വരെ ഒരു നിമിഷം ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു വേണോ ഈ ഗെയിം കളിക്കണമെന്ന്. പക്ഷെ നിങ്ങൾ ഈ സപ്പോർട്ടിന് ശേഷം ഞാൻ പിന്നെ കളിക്കാതിരിക്കും. നിങ്ങൾ എന്നാൽ സപ്പോർട്ട് ആണ്ട്രാ. ഇനി എന്തിനാണ് മറ്റേ ബൂസ്റ്റീസ് എനർജി എന്ന് പറയില്ല, അതേപോലെ തന്നെ റെഡ് ഫോക്സിൻ്റെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. ഈ ഹൈഡ് യു ഐയിലൊട്ട മാറ്റി വയ്ക്കണം, അത് കയറി അറിയാതെ കൈ തട്ടിയ പിന്നെ അതാണ്. എത്ര കാറിലിടാൻ നേരെ കിടക്കണ. അപ്പോൾ ഇത്രയും പേരിൽ ലൈവ് ഒന്ന് കണ്ട് കയറിയണ. 1 2 3 4 എണ്ണി നോക്കട്ടെ, തമ്പനിലിടാൻ എടുക്കാം. അവിടെ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നുകൊണ്ടാണ് ഇവിടെ വെച്ചൊരു ലൈനെ മറ്റേ വണ്ടി ലൈനായിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ. നമുക്ക് ഇനിയും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മനസ്സിലല്ലേ, മറ്റേ ട്രോപ്പിക്കിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഒരു പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണേടാ കാണുന്നവന്മാർ. ചെയ്ത് എടുക്കാം. നമ്മളെ പയ്യന്മാരെല്ലാം നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലേ പിന്നെ. റെഡ് ഫോക്സ് പറഞ്ഞോ ശേഷേ പറഞ്ഞോ ഒരു ഷൗട്ട് ഔട്ട് തരും. അവിടെ ഷൗട്ട് ഔട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലടാ. വേറെ സ്പോട്ടിൽ പോവാം. ഓടാ ഓക്കെ പോവാം. അത് തന്നെ എന്തായാലും ഇവിടെ കുറേ എടുത്തല്ലേ, ഇനി നമുക്ക് ഇവന്മാരെ പിന്നാലെ പോകാം. എടാ എല്ലാവരും വാ, നമുക്ക് ഇവനെ ഫോളോ ചെയ്യാം. എടാ എല്ലാവരും വാ. എടാ ഞാൻ ഷാസ് വൈറ്റീനെ പിന്തുടരുവാണ്. ഷാസ് വൈറ്റി വച്ച് പിടിച്ചോ. ഒരുപാട് ചാറ്ററിനോട് എല്ലാം ശ്രദ്ധിക്കാനും പറ്റണല്ലേ, വണ്ടിയും കൂടെ ഓടിക്കുന്നുണ്ട്. എടാ ഞാൻ നോക്കാം കേട്ടോ, കുറച്ചൊക്കെ നോക്കാം കേട്ടോ. ഇത് തന്നെ അവർ കണ്ട എന്ന് നല്ല രീതിയിൽ നമ്മൾ പറയുന്നു വരുന്നു. ലൊട്ടത്തരം കാണിക്കലടാ. വന്ന് വിളിച്ചാൽ വന്നു, അത്രയേ ഉള്ളൂ മുത്തേ, കാര്യം പറയാം. ശ്വാസല്ലേ അത്, ശ്വാസല്ലേ. അയ്യോ ഇടിച്ചിടിച്ച് കുഴപ്പമില്ല. അയ്യോ ഇടിക്കല്ലേ. ഇതൊക്കെ ഞാൻ എന്ത്. എടാ പിന്നെ നിങ്ങൾ എൻ്റെ മറ്റേ ചാനലും കൂടെ സബ് ചെയ്ത് വെച്ചേക്കടാ. ബാക്കിയുള്ള റെഡ് ഫോക്സ് 2 3 മെയിനായിട്ട്. കാരണം വെച്ചാൽ അതിലാണ് ഈ CPM ഈ ലൈവിൻ്റെ മൊത്തം വീഡിയോസ് പറഞ്ഞാൽ ആ ചാനലിലാണ് കേട്ടോ. മൊത്തം വീഡിയോസ് ആ 2 ചാനലാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ റെഡ് ഫോക്സ് വോയിക്കിൻസിൽ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല ഇതിന് ഷോർട്സ് ആയിട്ട് കുറച്ചായിട്ട് 30 സെക്കൻഡ് 40 സെക്കൻഡ് ഇടും. മറ്റേ ചാനൽ വെച്ചാൽ ഫ്രീ ഫയറിനാണ്, അത് ഞാൻ ആക്റ്റീവ് ആയിരിക്കുമല്ലോ ഇനി. അപ്പം മനസ്സിലായില്ലേ. എൻ്റെ പേര് ഒന്ന് ലൈവിൽ ബ്രോ, എൻ്റെ പേരൊന്ന് ലൈവിൽ പറയാമോ? കേൽ അപ്പു ചാറ്റ്
കേൽ അപ്പു, കേൽ അപ്പു, കേൽ അപ്പു. മതിയാടാ കേൽ അപ്പു, ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. കേൽ അപ്പു ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, പോരെ? സന്തോഷമായ? താങ്ക് യു. ഓക്കേടാ, ഓക്കെ. നീ കാണുവാണല്ലേ, നിങ്ങൾ കാണും കൂടെയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റൂ? അത് കൊള്ളാമല്ലേ. വണ്ടി എല്ലാവരും എൻ്റെ അടുത്ത് കൊണ്ടിട്. എൻ്റെ അടുത്ത് ചേർത്ത് കൊണ്ട് ഇട്, ഫോട്ടോ എടുക്കാം. വന്നീന്നായി പോയി. വണ്ടി എല്ലാവരും കൊണ്ട് ചേർത്തിടാൻ പറഞ്ഞാൽ മാറിപ്പോയടാ മുത്തേ. വണ്ടി കൊണ്ട് ചേർത്ത് ഇട്, ഫോട്ടോ എടുക്കാം. എന്തൊക്കെ കയറി വരണമല്ലോട്ടാ. എടാ അന്നും ഞാനല്ലേ അങ്ങനെ നമ്മളറിയാതെ എന്തൊക്കെ നമ്മളെ ഇങ്ങനെ കയറി വരണുണ്ട് കേട്ടോ. അത് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ എന്തൊക്കെ ഓട്ടോമാറ്റിക്കലി വരണുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറങ്ങി പോയാടാ ബാക്കിയുള്ളവർ. ഇത്ര പേരെ ഉള്ളു, നേരത്തെ കുറേ പേരെ കണ്ടല്ലേ. മതി. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇറങ്ങി. വണ്ടി ഇവിടെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്ക്. കണ്ട പറഞ്ഞാൽ അനുസരിക്കും. അത്രയ്ക്ക് എന്താണ് ഒരു നല്ല എന്താണ് പറയുന്നത്, സപ്പോർട്ടില്ലേ അവർക്ക് ചെയ്യാൻ. നമ്മൾ ലൊട്ട അടുപ്പിക്കാൻ വന്ന് കയറിയല്ലേ അതിന്. അതാണ് കറക്റ്റ് ഉത്തരം. ലൊട്ട തരം കാണിക്കാൻ വന്ന് കയറിയതല്ലേ. അടുത്ത ആൾ വന്നു. 2 ഫോട്ടോ എടുക്കട്ട്. ഫ്രെയിം പോവും. കേൽ ടോം. ഓക്കെ, കിട്ടി കുറേ കിട്ടി. എടാ ഈ ഹൈഡ് വിനിൽസ് ലൊട്ട. വിനിൽസാണ് എന്തിന് ഹൈഡ് യു ഐ. ആ ലൊട്ട ഇതെന്ത് ലൊട്ട ഇല്ലടാ, കാര്യം പറയാം. ഞാൻ 1 മണിക്കൂർ എപ്പോഴും സ്ട്രീം ഇട്ടോളൂ. എനിക്ക് തോന്നുന്നത് നല്ല സപ്പോർട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഉള്ള പറയാമല്ലേ. അമ്മച്ചാനും കൂടെ വരട്ടെ. അമ്മച്ചാനും കൂടെ വന്നിട്ട് നമുക്ക് ഇതാക്കാം. എടാ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളും എൻ്റെ ഒരു വീഡിയോയിൽ ഭാഗമാവണം. നിങ്ങൾ വന്നതല്ലേ, നിങ്ങളും എൻ്റെ വീഡിയോയിൽ ഭാഗമാവണം. ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ മറ്റേ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതിലാണ് വീഡിയോ ആയിട്ടുണ്ട്. ഈ ചാനലിൽ വീഡിയോ ഇടൂല. റെഡ് ഫോക്സ് 2ലും 3ലും വീഡിയോ ഇടും. മറ്റേ ബോയ് കിൻസിൽ മറ്റേ 30 സെക്കൻഡ് 40 സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോ ഇടും. മറ്റേ OPയിൽ മെയിനായിട്ട് ഒന്നും ഇടൂല. അത് ഫ്രീ ഫയറിന് വേണ്ടി മാത്രമല്ല, അതിന് ആക്റ്റീവ് ആയിരിക്കില്ല. ടോമേ വണ്ടിയുടെ ഫ്രണ്ടിക്കടാ, മാറിപ്പോയി നീ. ആ കൊള്ളാം. എടയോ കൊണ്ടുവന്ന വണ്ടിയെ കൊള്ളാം കേട്ടോ, കാര്യം പറയാമല്ലേ. കിട്ടി നല്ല ഫോട്ടോ കിട്ടി. ഇത് നല്ല ഫോട്ടോസ് കിട്ടിയടാ, കാര്യം പറയാമല്ലേ. ഇത് തനിക്കുള്ളതാണേ. ചേടാ മുത്തേ, ഇവരെന്താണിങ്ങനെ കാര്യമായിട്ടാണ് ഇത് സപ്പോർട്ടറാ മുത്തേ, കാര്യം പറയാമല്ലേ. ഏതാ വീഡിയോ? എടാ വീഡിയോ എന്നാ എടാ, ഇത് വീഡിയോ ആയിട്ട് ഇടുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഈ നിമിഷമൊക്കെ ഈ ലൈവിൽ നിന്ന് എടുത്ത് വീഡിയോ ആയിട്ട് ഇടും. മറ്റേ ചാനലിൽ സബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കാണാം. അതിൽ മനസ്സിലായില്ലേ. CPM കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര ഇയറായി? CPM കളിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. സത്യമാണ് പറഞ്ഞാൽ അമ്മ സത്യം. എവിടെ ലൈവ് എടുത്ത് നോക്കിയോ, 2 ദിവസം, 2 കൂടിപ്പോയി 3. അതിനകത്ത് എന്ത് പറയട്ടെ, എത്ര വർഷമായെന്നാ. അതാണ് ഇത്ര പെട്ടെന്നുണ്ട് എല്ലാവരും ഒരു നല്ലൊരു സപ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ചുമ്മാ 2-3 ദിവസമായേ ഉള്ളൂ. എത്ര വർഷമായെന്ന് പറഞ്ഞു തന്നോ.
തന്നു. നല്ല ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ഇവന്മാരെന്തായാലും നല്ല കാറൊക്കെ തന്നു. എനിക്ക് നല്ല ഫോട്ടോ എടുക്കണം. തമ്പനയിൽ നമ്മൾ സെറ്റാക്കട്ടെ. സെറോക്സും വന്നു. ഷാസ്മിൻ വൈറ്റി പറഞ്ഞോ. കണ്ട ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടിരിക്കണം. അല്ലേ സംഭവം നല്ല ഫോട്ടോ എടുക്കട്ടെ. ഇത് ഫോട്ടോ എടുത്തില്ലേ പിന്നെ എന്തിനാണ്? എടാ നിങ്ങൾ ലൈവും കൂടെ കാണുവാണോ? അതാണ് എനിക്കിപ്പോഴും സംശയം. നിങ്ങൾ ലൈവ് കണ്ടോട്ട് എങ്ങനെയാണ് കളിക്കണത്? എനിക്ക് 2 ഫോണുണ്ടോ? 2 ഫോൺ കാണും. അതാണ് ചുമ്മാ അല്ല. ഹൈ ബ്രോ. ഹൈഡാ. ഹായ് സെറി ബ്രോ. ലൈവ് എങ്ങനെയാ ഇടേണ്ടത്? ലൈവ് ഇടേണ്ടത് എങ്ങനെയാണ്? അവിടെ ലൈവ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഇഷ്ടപ്പെട്ടാൽ അദ്വൈതം. അവിടെ വണ്ടി എല്ലാം ഡബിൾ. ഞാൻ എന്ത് പറയും, ഇവിടെ കിടന്ന വണ്ടി എല്ലാം ഡബിൾ അല്ലേ. ഒരെണ്ണം പോലും അഴിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. കാർ കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. നീ തന്നാ? ഇല്ലല്ലോ. പറ എങ്ങനെയാടാ നീ ലൈവ് കാണുക? എടാ ശ്വാസവൈറ്റി ഒരു ആപ്പ് എടുക്കുക. പ്രിസം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് യൂട്യൂബ് പോയിട്ട് പ്രിസം ലൈവ് ട്യൂട്ടോറിയൽ അടിച്ചാൽ കിട്ടുമോടാ. അത് അല്ല പറയാനായിട്ടാണ് വലുതായിട്ടൊന്നും ഇല്ല. ഭയങ്കര പാടൊന്നും അല്ല. ലൈവ് ഇടാൻ എളുപ്പമാണ്. ഈ സ്ട്രീം കീ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് നൈസായിട്ട് ഇട്ടാൽ മതി. സ്ട്രീം കീ വെച്ച് തന്നെയാണ് നല്ലത്. സ്ട്രീം കീയും നീ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യണം. എങ്ങനെയാണ് അത്രയും ടൈപ്പ് ചെയ്യണം? അങ്ങനെ നീ ഇപ്പോൾ ലൈവ് കാണണമെങ്കിൽ അത് മനസ്സിലാക്കല്ലേ. ഇപ്പം എന്തെങ്കിലും ഫോക്സേ നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ? ഇപ്പം തന്നെ വേണോടാ. ഇപ്പോൾ വേണോ? ഈ സുപ്ര ഫുൾ കിറ്റ് മോഡിഫൈഡ് ആണ്. ആ പോളോ ഉള്ളവർ എൻ്റെ കൂടെ വന്ന ആണ് എൻ്റെ ഫ്രണ്ട്. ഏതാണ് എത്താണ് ക്ലാസ്? ക്ലാസ് എന്തൊരു ക്ലാസ്? ഓടാവോ? എടാ ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ട് വരാം.